അച്ഛൻ ഡെയിലി വീട്ടില് ഓരോരുത്തരെ കൊണ്ടുവരും. ഒരാമ്പിള്ളേരൊക്കെ കൊണ്ടുവന്നിട്ട് അമ്മേനെ കാണിച്ചിട്ട് പറയാം എന്തുവേണേലും ചെയ്തോന്ന് പറയും. കസിൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കന്ന് ഉണ്ടായിരുന്നില്ല. അവര് മുതലെടുക്കും. ഇവനെല്ലാം ഒരു അപ്പനാണ്. സ്വന്തം അപ്പൻ മരിച്ചത് സന്തോഷിക്കുന്ന ഒരു പെൺകുട്ടി. പേര് വേറൊന്നുമില്ല, രേവതി എന്നാണ്. RJ കപ്പിൾസ്. സത്യം പറഞ്ഞാൽ ഇവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ എല്ലാം ഹാപ്പിയാണ്, കട്ട ഹാപ്പിയാണ് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. പക്ഷേ രേവതി കടന്നു വന്നിട്ടുള്ള തൻ്റെ സിറ്റുവേഷൻസ്, ലൈഫിൽ ഫേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ട്രോമകളെന്ന് തന്നെ പറയേണ്ടി വരും. സ്വന്തം അമ്മയെ മറ്റൊരുത്തന് കാഴ്ചവെക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു മകൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടി വരുന്ന മകൾ, അതും കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സ്വന്തം അപ്പൻ, അത് വല്ലാത്തൊരു സിറ്റുവേഷൻ തന്നെയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും വേർപിരിവില്ലാത്ത ബന്ധം സ്വന്തം അപ്പനും അമ്മയാണെന്ന്. എന്നാൽ അതേ അപ്പനും അമ്മയും തന്നെ ഇവിടെ വില്ലനായി മാറുകയാണ്. അമ്മയല്ല, അപ്പൻ വില്ലനായി മാറുകയാണ്. ഇതുപോലത്തെ തന്തയില്ലാത്ത തന്തമാർ എന്തിനാണെന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. ഇങ്ങനെയുള്ളവന്മാരെ തന്തയെന്ന് പറഞ്ഞ് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാ തേങ്ങയ്ക്ക് ഒരാവശ്യമില്ല. ഇങ്ങനെയുള്ളവന്മാർ തന്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് നാണക്കേട് തന്നെയാണ്. ഇവിടെ രേവതി സത്യം പറഞ്ഞാൽ ഷെയർ ചെയ്യുന്ന കുറേ അനുഭവങ്ങൾ കേട്ടപ്പോൾ ഞാൻ തന്നെ വായും പൊളിച്ചിരുന്നു പോയി. അത്തരം അനുഭവങ്ങൾ രേവതിക്ക് അതുപോലെ എന്തൊക്കെയോ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. അതിൻ്റെ പേരിൽ കേൾക്കേണ്ടി വന്നിട്ടുള്ള കുറേ പഴികൾ, ബന്ധുക്കൾ ഇവരൊക്കെ പറയുന്ന കുറേ കുറ്റങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളും കുറ്റങ്ങളും കേട്ട് വളർന്നാണ് രേവതി ഇന്ന് ഈ കാണുന്ന RJ കപ്പിൾസ് എന്ന് പറയുന്ന ഒരു ചാനലിന് ഉടമയായി മാറിയത്. ഇന്ന് അവർ അടിപൊളിയായിട്ടൊക്കെ ജീവിക്കുന്നുണ്ട്. പക്ഷെ തൻ്റെ കുട്ടിക്കാലം, ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ഒരു ട്രോമ തന്നെയായിരുന്നു രേവതിക്ക് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതും സ്വന്തം അപ്പൻ സ്വന്തം അമ്മയെ മറ്റുള്ളവർക്ക് കാഴ്ചവെക്കാൻ വേണ്ടി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരവസ്ഥയാണ്. അപ്പനായതുകൊണ്ട് തീർക്കാനും പറ്റൂല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ആ മകൾ ആ ഒരു സമയത്ത് കടന്നു വന്ന അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ മിക്കവാറും പറയാറുണ്ട്, എല്ലാ ബന്ധങ്ങൾക്കും വേർപിരിവുണ്ട്. പ്രണയമായാലും കല്യാണം കഴിഞ്ഞാൽ എല്ലാത്തിനും ഡിവോഴ്സ്, ബ്രേക്കപ്പ്, അങ്ങനത്തെ വേർപിരിയലുണ്ട്. എന്നാൽ സ്വന്തം അപ്പനും അമ്മയും എന്ന് പറയുന്ന ബന്ധത്തിൽ, രക്തബന്ധത്തിലാണ് നമുക്ക് വേർതിരിവുകളില്ലാത്ത. എത്ര കടിയും വഴക്ക് വിട്ടാലും അപ്പനും അമ്മയും ഒക്കെ ആയിട്ട് നമ്മൾ മക്കൾ ഒന്നിക്കും. പക്ഷെ ഇവിടെ ഒരിക്കലും ഒന്നിക്കാനോ യോജിക്കാനോ പറ്റാത്തൊരു അപ്പനാണ് രേവതിയുടെ അപ്പനെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും രേവതി കുറച്ചധികം കാര്യങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. സിനിമാറ്റിക് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ഇന്റർവ്യൂവിലാണ് കാര്യങ്ങൾ കുറച്ചധികം പറയുന്നത്. ഞാൻ കുറെ വട്ടം ചെയ്യാൻ നോക്കിയിട്ടുണ്ട് എന്റെ ലൈഫില്, കുറെ വട്ടം. കാരണം എന്നെ കൊണ്ട് പറ്റണില്ലായിരുന്നു. വീട്ടിലിങ്ങനെ നടക്കുമ്പോ കസിൻസും ഫാമിലീസും അടുത്തുള്ളവരൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയും, എന്ത് കാര്യമുണ്ട്, തന്തേന്റെ അല്ലേ മോള്, തന്തേനെ പോലെ തന്നെ ആയിപ്പോയി, നിനക്ക് ചെയ്തൂടെ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് എന്റെ അമ്മ അത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ട് എന്നെ, ഞാൻ എനിക്ക് ഒന്നും അറിയില്ല. എന്റെ അച്ഛന്റെ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര മോശമാണ്. അപ്പൊ അച്ഛന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞിട്ട് തന്തേന്റെ അതേ വിത്ത, തന്തേ പോലെ തന്നെ അവളെ ഇട്ട് കഷ്ടപ്പെടുത്തിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് രേവതിയുടെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതേ തുടർന്നിട്ട് മോളെ നീയാണ് കാരണം, നീയാണ് തന്തേ പോലത്തെ മോള് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹാസങ്ങളും പഴികളും അടക്കം പലരും പറഞ്ഞ് അതെല്ലാം ഫേസ് ചെയ്ത് ആ ഒരു കുട്ടിക്കാലം മൊത്തം ട്രോമയിൽ നിന്നും കയറി വന്ന ഒരു പെൺകുട്ടിയാണ് ഈ പറയുന്ന രേവതി. സ്വയം ജീവൻ ഒടുക്കാൻ വരെ ട്രൈ ചെയ്തിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ അവസ്ഥയിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. കാരണം നമ്മളൊന്നും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുകയോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കടന്നു വരികയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ രേവതിയൊക്കെ കടന്നു വന്ന ഈ ഒരു സിറ്റുവേഷൻ അത് ഒട്ടും ചെറുതല്ല. ഇതുപോലെ ഒരുപാട് സ്ത്രീകളും ഒരുപാട് കുട്ടികളും ഒരുപാട് ആൾക്കാരൊക്കെ ഇതേപോലത്തെ സിറ്റുവേഷനൊക്കെ കടന്നു വന്നിട്ടുണ്ടായിരിക്കാം മേ ബി. കാരണം മിക്ക കുടുംബങ്ങളിലും ഈ വില്ലനായി മാറുന്നത് മദ്യപാനമാണ്. ഈ അപ്പൻ മദ്യപിച്ച് വന്ന് കൂത്താടി കോല എന്ന് പറഞ്ഞും കൊണ്ട് ഓരോ കുടുംബങ്ങളെ തകർത്ത് തരിപ്പണമാക്കുന്നുണ്ട്. എന്നാൽ ഗവൺമെന്റ് മദ്യം നിരോധിക്കുകയോ ഇല്ല, നല്ല വരുമാനം കിട്ടുകയല്ലേ. എന്നാൽ മദ്യം അടിച്ച് പൂസായി ഇവിടെ ഉള്ളമാര് കഥാകുത എന്ന് പറഞ്ഞ് കിടക്കും. ഇവിടെ മദ്യം നിരോധിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് പ്രയത്നിക്കുന്നുണ്ട്. അതിന്റെ റീസൺ എന്താ? ഇതുപോലെ തന്നെയാണ്, ഒരുപാട് കുടുംബ ബന്ധങ്ങളെ തകർക്കും. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, രാവിലെ വളരെ നീറ്റായിട്ട് സൂപ്പറായിട്ട് കുളിച്ചൊരുങ്ങി സൂപ്പറായിട്ട് പണിക്കൊക്കെ പോയി ഇതുപോലത്തെ ഒരു ഡീസന്റ് മോൻ വേറെ ഇല്ല. എന്നാൽ വെള്ളം അടിച്ച് കഴിഞ്ഞ് അവനെ പോലത്തെ ഒരു കീടവും വേറെ ഇല്ല. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പാമ്പാടി രാജനാണ്. സത്യം ഉള്ള കാര്യം പറയല്ല. വായിട്ട് വന്നിട്ട് ഭാര്യ എടുത്തിട്ട് അടി, അങ്ങനെ ഇങ്ങനെ. രാവിലെ പോകുമ്പോൾ കുറിയൊക്കെ തൊട്ട് അങ്ങ് അടി പൊളിയായിട്ട് പോകും. എന്നാൽ വൈകിട്ട് വരുമ്പോൾ ഭാര്യ എടുത്തിട്ട് ഇടിക്കാൻ കണക്കിന് വരും. അവിടെ വില്ലനാരാ? മദ്യമാണ് ആവുന്നത്. ഇവിടെ മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പെഗ്ഗിൽ ഒതുക്കത്തില്ല. മലയാളികൾ അടിച്ച് അണപ്പല്ല് തെറിക്കുന്നവരെ അടിക്കും. അമ്മാതിരി രീതിയിലാണ് ഇവിടുത്തെ വെള്ളമടി. അതാണ് ഇവിടെ ഉള്ളവന്മാർ നേരം കാലം ടിക്കറ്റും വിസ എടുത്ത് പോകുന്നത്. പുറം രാജ്യങ്ങളിൽ അവർ 1-2 പെഗ് അടിച്ച് നിർത്തും. അവരൊരു മെഡിസിൻ പോലെ ആ ഒരു രീതിയിലാണ് ഈ മദ്യം എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഉള്ളവന്മാരെ നേരെ തിരിച്ചാണ്.
ഒരു കുപ്പി എടുത്തു കഴിഞ്ഞാൽ അത് തീർന്നു കഴിഞ്ഞാൽ 2 കുപ്പി കൂടി വീണ്ടും എടുത്തിട്ട് അടിച്ച് പാമ്പായിട്ട് കിടന്ന് റോട്ടിലും ഓട്ടയിലൊക്കെ കിടക്കുക. അതാണ് ഇവിടെ ഉള്ളവന്മാരുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഉള്ളവന്മാർ ഇങ്ങനെ ആയത്. ഇവിടെ മിക്ക കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നതിൽ ഒരു മുഖ്യ പങ്ക്, ഒരു 90% എന്ന് വേണമെങ്കിൽ ചില കുടുംബങ്ങളിൽ പറയാം, മദ്യത്തിന് പങ്കുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയ്ക്ക് മോശമായ രീതിയിൽ മദ്യം പല കുടുംബങ്ങളിലും വില്ലനായി മാറാറുണ്ട്. ഇവിടെ ഈ കുട്ടിയുടെ രേവതിയുടെ കുടുംബത്തിലും അച്ഛൻ മദ്യപിച്ച് വന്നിട്ട് അച്ഛൻ്റെ കൂട്ടുകാരന്മാരെയൊക്കെ മുന്നിലിട്ട് നീ എടുത്തോടാ, നീ കയറി ഞരങ്ങിക്കോടാന്ന് പറഞ്ഞ് സ്വന്തം ഭാര്യയെ എടുത്തിട്ട് കൊടുക്കും. അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ പറയുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചെറ്റത്തനം എന്നല്ലാണ്ട് അവനെ കപ്പൻ എന്ന് പറഞ്ഞ് വിളിക്കേണ്ട കാര്യമില്ല. അടിച്ച് റൊട്ടിയാക്കി എടുത്ത് എറിയേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. അല്ലാത്ത അവസ്ഥയാണ് രേവതി കടന്നു വന്ന അവസ്ഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ ആയി. അതെല്ലാം ബാക്കി അപ്പൊ എന്റെ അമ്മയൊന്നും പറയില്ല. അമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് അമ്മ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ എനിക്കൊരു വിഷമാവും. അവരോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് പിന്നെ ഞങ്ങളെ ബാധിക്കും. അപ്പൊ ഞാൻ കുറെ വട്ടം വിചാരിച്ചു വേണ്ട, ഇങ്ങനെ ഒരു അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ലൈഫ് കൊടുക്കണം വിചാരിച്ചിട്ട് കുറെ വട്ടം എന്റെ കയ്യിലൊക്കെ ഇപ്പോഴും നോക്കിയാലും കുറെ പാടൊക്കെ ഉണ്ട്. ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. പിന്നെ കുറെ കൗൺസിലിംഗ് ഒക്കെ ചെയ്തിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ ഡോക്ടർമാരൊക്കെ ഇങ്ങനെ കുറെ പേര് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനൊന്നും വേണം, അത് ചിന്തിക്കണ്ട, അതൊക്കെ വിട്ടേക്കെന്നൊക്കെ പറഞ്ഞു. കാരണം എന്നെ കൊണ്ട് പറ്റണില്ല. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ എന്റെ കൂടെ ഉണ്ടായിരുന്നിട്ടില്ല. സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്ക് ജീവിക്കാൻ എന്തെങ്കിലും ഒന്ന് പറയാൻ, നന്നായിട്ട് തുറന്നു പറയാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ. അതെ, അത് ശരിയാണ് കേട്ടോ. നമ്മളൊരു വിഷമത്തിലോ എന്തെങ്കിലും ഒരു മോശം അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ആരെങ്കിലും, അത് സ്ട്രേഞ്ചർ ആവാം, ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട് ആവാം, ചിലപ്പോൾ വേണ്ടപ്പെട്ടവരാവാം, ചിലപ്പോൾ നമ്മൾ 2 ദിവസം മുമ്പേ തള്ളക്കി വിളിച്ചു വിട്ട ആളാവാം, ആരാവാം, ഹൂവാം, ആരെങ്കിലും ഒരാൾ 2 വാക്ക് ആശ്വാസ വാക്ക് പകർന്നു തന്നാൽ ചിലപ്പോൾ നമുക്കത് വലിയൊരു ആശ്വാസമാകും. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ചില സിറ്റുവേഷനിൽ മോശമായ തീരുമാനങ്ങൾ എടുത്തിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ 2 വാക്ക്, ഒരു ആശ്വാസ വാക്ക്, അത് ചിലപ്പോൾ നമുക്ക് ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ട് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പറയാൻ പറ്റത്തില്ല, ഓരോരുത്തരുടെ സിറ്റുവേഷൻ പോലെ ഇരിക്കും. നമ്മളൊക്കെ പലപ്പോഴും ഡിപ്രഷൻ അടിച്ച് ചത്തുകുത്തി എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് അറിയാണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വിഷമങ്ങളും ഒരുപാട് സങ്കടങ്ങളൊക്കെ കയറിയിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മുടെ പഴയ ഏതെങ്കിലും ഫ്രണ്ട് നമ്മളെ വിളിക്കുന്നത്, അളിയാ സുഖമാണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നത്. ചിലപ്പോൾ അപ്പോഴും നമ്മളെ മൈൻഡ് അങ്ങ് മാറും, നമ്മൾ ഓക്കെ ആവും. അതുകൊണ്ട് ഏത് സമയത്ത് ഏതൊരു വ്യക്തിയാണ് നമുക്ക് ഒരു ആശ്വാസമായി വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാൽ രേവതിയുടെ കാര്യത്തിൽ ആശ്വസിപ്പിക്കാനായി 2 വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ പോലും ആരും ഇല്ലായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് രേവതി സൂചിപ്പിക്കുന്നത്. അല്ലാത്ത അവസ്ഥയാണ് ആ കുട്ടി കടന്നു വന്നത്. ഇന്ന് ഇത്രയും ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ട് രേവതി ഇരിക്കുന്നുണ്ടെങ്കിൽ അത് കുട്ടിയുടെ മൈൻഡ് സെറ്റ് എന്നേ ഞാൻ പറയത്തുള്ളൂ. എന്തായാലും അങ്ങോട്ട് മുന്നോട്ട് നല്ല ജീവിതം ഉണ്ടാവട്ടെ. സ്വന്തം അപ്പൻ കാരണം നാറി ജീവിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വന്ന ഒരു മകളുടെ രോദനമായിട്ടാണ് എനിക്കിത് കാണാൻ സാധിക്കുന്നത്. അമ്മയോട് പറയാൻ പറ്റില്ല, കാരണം അമ്മ ഓൾറെഡി നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ ഇത് പോയിട്ട് അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ മെന്റലി ഡൗൺ ആയി പോകും. അപ്പൊ ഞാനും അമ്മയും പിന്നെ നന്നായിട്ട് സംസാരിച്ച് ഫുൾ ടൈം ചിരിച്ച് കളിച്ച് അങ്ങനെയൊക്കെ ഇരിക്കാറുള്ളൂ. വയ്യായ്ക എന്നുള്ളൊരു കാര്യം അതിന് ചിന്തിക്കാറില്ല. വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. എങ്ങനെ പോയാലും ഞാൻ ചിലപ്പോൾ കോമയിലായി പോയിട്ടുണ്ട്. 2-3 ഫിക്സ് ഒക്കെ വന്ന്, ഞാൻ പറഞ്ഞില്ലേ മൂക്കിന്ന് വായിന്ന് ബ്ലഡ് വന്നിട്ട് ഞാൻ കോമയിലായി പോയിട്ടുണ്ട്. എനിക്കൊരു റിലേഷൻഷിപ്പ് മുന്നേ ഉണ്ടായിരുന്നു. ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയപ്പോഴത്തേനും ഞാൻ കോമയിലായിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഭയങ്കര പേടി അമ്മയ്ക്ക്. ഇവന്റെ അടുത്തും ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് അവളെ പറ്റി അറിയത്തില്ല. ഞാനിപ്പോ ഇവനോട് പറഞ്ഞു, ഞങ്ങൾ ഇഷ്ടത്തിലായിരുന്ന സമയത്ത് ഞാൻ കുട്ടിയോട് പറഞ്ഞു നീ എന്റെ ചേട്ടനോടൊന്ന് സംസാരിക്കേ, നീ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞപ്പോഴത്തേനും കുട്ടി ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേനും ചേട്ടൻ പറഞ്ഞു നിനക്ക് അവളെ പറ്റി അറിയില്ല, അവൾക്ക് ഇങ്ങനെ വയ്യായികളും പ്രശ്നങ്ങളൊക്കെ ഉള്ളത്, ഭാവിയിൽ നിന്നെ ഭയങ്കരമായിട്ട് ദോഷം ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിളിച്ച് അങ്ങനെ പറഞ്ഞു. കാരണം ഞാൻ ഇവളെ കാണുമ്പോൾ ഇവള് മെഡിസിൻ കഴിക്കുന്നുണ്ട്, അത് ലൈഫ് ലോങ് ഉള്ള മെഡിസിനാ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾ ഈ ഒരു നല്ല ഇവള് ഓക്കെ, അതായത് കുറച്ച് ഹാപ്പി ആയി. അത് സംഭവം ഉണ്ടായില്ല ഇത് ഇവൾക്ക്. അപ്പൊ അങ്ങനെ മെന്റലി ഇവള് അങ്ങനെ ആയതാ. അപ്പൊ ഇപ്പൊ കുറച്ച് ഹാപ്പി ഒക്കെ ആയി. ഇപ്പൊ ഇവളുടെ ECG എടുത്തപ്പോ ചെറിയൊരു വേരിയേഷൻ, അത് അത്ര എമർജൻസി കേസ് അല്ല, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ മെഡിസിൻ ഇപ്പൊ ഇനി ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞു. സന്തോഷമാണ് വേണ്ടത് അല്ലെ. മെന്റൽ ഹെൽത്ത് ഇല്ലാത്തത് കൊണ്ട് കൂടിയാണ് പെട്ടെന്ന് തളർന്നു പോകുന്നത്. കാരണം ഇവൾക്ക് ലൈഫ് ലോങ് മെഡിസിൻ ഉണ്ടായതാ. ആ മെഡിസിൻ ഇപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ദോഷം ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര മറവിയാ. ഞാൻ ഇപ്പൊ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സാധനം ഇപ്പൊ പുറത്തു വന്ന് നിൽക്കുന്നു, ജസ്റ്റ് ത്രെഡ് ചെയ്യാൻ പോകുന്നതായിരിക്കും. പക്ഷെ ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്ക് ഞാൻ മറന്നു ഞാൻ എന്തിനാ വന്നേന്ന്. ഇപ്പൊ ഞാൻ കുറിച്ചിടും കുറെ കാര്യങ്ങൾ, ഇന്നത് കാര്യങ്ങൾ ചെയ്യണം. ഡയറി ഇപ്പൊ ഞാൻ ഡയറി എഴുതി തുടങ്ങി, എനിക്ക് ഇങ്ങനെ ചെയ്യണം. ഇപ്പൊ ഭയങ്കര മറവിയാ, ഭയങ്കര വെച്ചാൽ എനിക്ക് ഭയങ്കര മറവിയായി ഇപ്പൊ. കാരണം ആ ഒരു മെഡിസിൻ ഞാൻ പറഞ്ഞില്ലേ എപ്റ്റോയിൻ എന്ന് പറഞ്ഞ ഗുളികയായിരുന്നു, അത് ശരിക്കും പ്രായമുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നതാ. അപ്പൊ അതേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് തരാൻ വേണ്ടിട്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇതുപോലെ ഭയങ്കരമായിട്ട് മറവി ഉണ്ടാവും പറഞ്ഞു. പക്ഷെ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയിട്ടേ ഇല്ല. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വയ്യാണ്ടാവും. അങ്ങനെ അത് ഞാൻ ഒരു 3 വർഷം കണ്ടിന്യൂ ചെയ്താൽ മരുന്ന്. അത് പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന്റെ സൈഡ് എഫക്ട് ഇപ്പോഴാണ് വന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇല്ലാത്ത അസുഖങ്ങൾ ഇപ്പൊ ഇല്ല. ശരിക്കും പറഞ്ഞാല് കുറെ അസുഖങ്ങളുണ്ട് എനിക്ക്.
എന്നാലും രേവതിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാടുണ്ടെന്നാണ് രേവതി പറയുന്നത്. മറവിയുടെ കേസ് മെയിനായിട്ട് പറയുന്നുണ്ട്. സൈഡ് എഫക്റ്റ് ആയിട്ട് മറവിയല്ലേ ഒന്നുള്ളൂ. എനിക്ക് പണ്ടേ ഉള്ള സാധനമാണ് മറവി. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത അവസ്ഥയാണ്. ഞാൻ വീട്ടിൽ പുറത്ത് സാധനം മേടിക്കാൻ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ എഴുതി കൊണ്ടുപോകും. കാരണം എഴുതി കൊണ്ട് പോയില്ലെങ്കിൽ ഞാൻ 10 എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ 2 എണ്ണമായിട്ട് തിരിച്ചു വരും. ഇതായിരിക്കും എൻ്റെ അവസ്ഥ. എല്ലാവരും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ അതുപോലത്തെ മറവിയല്ല രേവതിക്ക്. ത്രെഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്തിനാണ് പോയെന്ന് പോലും അറിഞ്ഞുകൂടെന്ന് പറയുന്ന മറവി വേറെ മറവിയാണ്. കുഴപ്പമില്ല. പിന്നെ വേറൊരു കേസ്, ഇവിടെ പലപ്പോഴും പലരും വിചാരിക്കണം, ഓ അവൻ മെഡിസിൻ എടുക്കുന്നത് അവൻ്റെ ലൈഫിനി എങ്ങനെ തന്നെ ജീവിക്കുന്ന കാലം അത്രയും മെഡിസിൻ പറയാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ ചിലവർ ചിന്തിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ആരും ഇവിടെ 1000 വർഷമൊന്നും ജീവിക്കാൻ പോകുന്നില്ല. ഒരു 10, 50, 60, 70 ഒക്കെ ആകുമ്പോൾ കഥം ഈ ഒരു കാലഘട്ടമേ ഇവിടെ നമ്മൾ കാണത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ മെഡിസിൻ കഴിക്കണോണ്ടോ അവൻ്റെ ജീവിതം ഇനി ഇല്ല, അവൻ അധിക നാളില്ല, ഈ ഒരു രീതിയിലൊന്നും ചിന്തിക്കേണ്ട. ചിലപ്പോൾ ഇങ്ങനെ നേരെ ചുമ്മാ ഒരു ഓസലും ഇല്ലാതെ ബലവനായിട്ട് പോകുന്നവനായിരിക്കും കുഴഞ്ഞു വന്ന് ചാവുന്നത്. അതുകൊണ്ട് ഇതൊന്നും അതിനെ കാര്യമില്ല. ഇനി പോണ വഴികളിൽ ആക്സിഡൻ്റ് ഒന്നും എത്താലും തീർന്ന്. അതുകൊണ്ട് മരണം എന്ന് പറയുന്നത് പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് നമ്മുടെ നെഞ്ചത്തോട്ട് വന്ന് വീഴുന്നതെന്ന്. അതുകൊണ്ട് ഈ മരുന്ന് കഴിക്കണോണ്ടോ അവളെ ഇനി കൊള്ളത്തില്ല, അല്ലെങ്കിൽ അവനെ ഇനി കൊള്ളത്തില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചിന്തിക്കേണ്ട. ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെയൊക്കെ ചിന്തിക്കും. ചുമ്മാ മരുന്ന് കഴിക്കണോണ്ടോ അവള് ഇനി തീർന്നു, അത്രയേ ഉള്ളൂ. ജീവിതകാലം മൊത്തം മരുന്ന് തന്നെ. എന്ത് ജീവിക്കുന്ന കാലം മൊത്തം മരുന്ന് കഴിച്ചൊന്നും ഉണ്ടാ. വരുന്ന സൈഡ് എഫക്റ്റ് എല്ലാം നമ്മൾ ഫേസ് ചെയ്യുക. അതൊന്നും കാര്യമാക്കണ്ട, അതൊന്നും വലിയ കാര്യമൊന്നും അല്ല. ചില കാര്യങ്ങളൊക്കെ ഓർത്തു പോകുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്. നമ്മളിതൊന്നും അതിനെ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. മരണം എന്ന് പറയുന്നത് എപ്പോഴും ഇല്ലാതെ വരും. അതുകൊണ്ട് നമ്മൾ ഇത്രയും കാലം മരുന്ന് കഴിക്കുന്നു, അതുകൊണ്ട് ആ പെൺകുട്ടിയെ കെട്ടാൻ കൊള്ളൂല, അല്ലെങ്കിൽ അവനെ കെട്ടാൻ കൊള്ളൂല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ ചിന്താഗതിയൊന്നും എന്തിനടേ. 10-70 വയസ്സ്, അതിൽ 10-40 വയസ്സാകുമ്പം തന്നെ ഇന്നത്തെ കാലഘട്ടത്തും ഫുഡിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് നമ്മളൊരു പടമാവും. അത് വേറൊരു സത്യം. ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് ടോപ്പിക്കുന്നൊക്കെ തെന്നിപ്പോകുന്നു അല്ലേ. ഓക്കെ, അമ്മയോട് പറയാൻ പറ്റില്ല, കാരണം അമ്മ ഓൾറെഡി നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ ഇത് പോയിട്ട് അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ മെന്റലി ഡൗൺ ആയി പോകും. അപ്പൊ ഞാനും അമ്മയും പിന്നെ നന്നായിട്ട് സംസാരിച്ച് ഫുൾ ടൈം ചിരിച്ച് കളിച്ച് അങ്ങനെയൊക്കെ ഇരിക്കാറുള്ളൂ. വയ്യായിക എന്നുള്ളൊരു കാര്യം അതിന് ചിന്തിക്കാറില്ല. വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. എങ്ങനെ പോയാലും ഞാൻ ചിലപ്പോൾ കോമയിലായി പോയിട്ടുണ്ട്. 2-3 ഫിക്സ് വന്നിട്ടാണോ? ഫിക്സ് ഒക്കെ വന്ന് ഞാൻ പറഞ്ഞില്ലേ, മൂക്കിന്ന് വായിന്നും ബ്ലഡ് വന്നിട്ട് ഞാൻ കോമയിലായി പോയിട്ടുണ്ട്. എനിക്കൊരു റിലേഷൻഷിപ്പ് മുന്നേ ഉണ്ടായിരുന്നു. ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയപ്പോഴത്തേനും ഞാൻ കോമയിലായിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഭയങ്കര പേടിയാ അമ്മയ്ക്ക്. ഇവന്റെ അടുത്തും ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് അവളെ പറ്റി അറിയത്തില്ല. ഞാനിപ്പോ ഇവനോട് പറഞ്ഞു, ഞങ്ങൾ ഇഷ്ടത്തിലായിരുന്ന സമയത്ത് ഞാൻ കുട്ടിയോട് പറഞ്ഞു, നീ എന്റെ ചേട്ടനോടൊന്ന് സംസാരിക്കേ, നീ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞപ്പോഴത്തേനും കുട്ടി ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേനും ചേട്ടൻ പറഞ്ഞു നിനക്ക് അവളെ പറ്റി അറിയില്ല, അവൾക്ക് ഇങ്ങനെ വയ്യായികളും പ്രശ്നങ്ങളൊക്കെ ഉള്ള, ഭാവിയിൽ നിന്നെ ഭയങ്കരമായിട്ട് ദോഷം ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിളിച്ച് അങ്ങനെ പറഞ്ഞു. കാരണം ഞാൻ ഇവളെ കാണുമ്പോൾ ഇവള് മെഡിസിൻ കഴിക്കുന്നുണ്ട്. അത് ലൈഫ് ലോങ് ഉള്ള മെഡിസിനാ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾ ഈ ഒരു നല്ല ഇവള് ഓക്കെ, അതായത് കുറച്ച് ഹാപ്പി ആയി. അത് സംഭവം ഉണ്ടായില്ല ഇത് ഇവൾക്ക്. അപ്പൊ അങ്ങനെ മെന്റലി ഇവള് അങ്ങനെ ആയതാ. അപ്പൊ ഇപ്പൊ കുറച്ച് ഹാപ്പി ഒക്കെ ആയി. ഇപ്പൊ ഇവളുടെ ECG എടുത്തപ്പോ ചെറിയൊരു വേരിയേഷൻ, അത് അത്ര എമർജൻസി കേസ് അല്ല. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ മെഡിസിൻ ഇപ്പൊ ഇനി ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞു. സന്തോഷമാണ് വേണ്ടത് അല്ലെ. മെന്റൽ ഹെൽത്ത് ഇല്ലാത്തത് കൊണ്ട് കൂടിയാണ് പെട്ടെന്ന് തളർന്നു പോകുന്നത്. കാരണം ഇവൾക്ക് ലൈഫ് ലോങ് മെഡിസിൻ ഉണ്ടായതാ. ആ മെഡിസിൻ ഇപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ദോഷം ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര മറവിയാ. ഞാൻ ഇപ്പൊ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സാധനം ഇപ്പൊ പുറത്തു വന്ന് നിൽക്കുന്നു, ജസ്റ്റ് ത്രെഡ് ചെയ്യാൻ പോകുന്നതായിരിക്കും. പക്ഷെ ഞാൻ അവിടെ എത്തുമ്പോഴത്തേ ഞാൻ മറന്നു ഞാൻ എന്തിനാ വന്നേന്ന്. ഇപ്പൊ ഞാൻ കുറിച്ചിടും കുറെ കാര്യങ്ങൾ, ഇന്നത് കാര്യങ്ങൾ ചെയ്യണം. ഡയറി ഇപ്പൊ ഞാൻ ഡയറി എഴുതി തുടങ്ങി, എനിക്ക് ഇങ്ങനെ ചെയ്യണം. ഇപ്പൊ ഭയങ്കര മറവിയാ. ഭയങ്കര വെച്ചാൽ എനിക്ക് ഭയങ്കര മറവിയായി ഇപ്പൊ. കാരണം ആ ഒരു മെഡിസിൻ ഞാൻ പറഞ്ഞില്ലേ, എപ്റ്റോയിൻ എന്ന് പറയുന്ന ഗുളികയായിരുന്നു. അത് ശരിക്കും പ്രായമുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നതാ. അപ്പൊ അതേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് തരാൻ വേണ്ടിട്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇതുപോലെ ഭയങ്കരമായിട്ട് മറവി ഉണ്ടാവും. പക്ഷെ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വയ്യാണ്ടാവും. അങ്ങനെ അത് ഞാൻ ഒരു 3 വർഷം കണ്ടിന്യൂ ചെയ്താൽ മരുന്ന്. അത് പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന്റെ സൈഡ് എഫക്ട് ഇപ്പോഴാണ് വന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇല്ലാത്ത അസുഖങ്ങൾ ഇപ്പൊ ഇല്ല. ശരിക്കും പറഞ്ഞാല് കുറെ അസുഖങ്ങളുണ്ട് എനിക്ക്. അതൊന്നും ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കണം. നമ്മൾ ഒറ്റ ജീവിതമുള്ളൂ, അത് സെറ്റായിട്ട് ജീവിക്കാൻ നോക്കുക. നമ്മൾ അടിപൊളിയായിട്ട് പോകും, ജില്ലടിച്ച് പോയി. എപ്പോൾ എവിടെ മറിഞ്ഞ് വീഴുമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇല്ലാത്ത അസുഖമില്ല, നമുക്ക് ഒരുപാട് അസുഖമുണ്ട്. എന്ത് അസുഖം, ഏത് അസുഖം, നമ്മൾ വലിച്ചു വിട്ട പമ്പരം പോലെ അങ്ങ് പോവുക, വീഴുമ്പോൾ അങ്ങ് വീഴും, അത്രേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ലൈഫ് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. എല്ലാവരുടെ ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. നമ്മളതങ്ങ് ചില്ലായിട്ട് മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക, എല്ലാം ഫേസ് ചെയ്യുക. അതെനിക്ക് മെയിനായിട്ട് പറയാനുള്ളൂ. നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ലോകം കണ്ട നന്മമരമൊന്നുമല്ല ഞാൻ പറയുന്നത്. തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ചെയ്തിട്ടുള്ള സാധാരണ മനുഷ്യർ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളിതെല്ലാം ഫോർവേഡായിട്ട് എടുത്തിട്ട് നൈസായിട്ട് ഹാൻഡിൽ ചെയ്ത് പോവുക. ഇത്രയും ലൈഫിൽ സിറ്റുവേഷൻസ് അതും ഒരുപാട് ഫേസ് ചെയ്ത് വരുന്ന ഒരു കുട്ടിയാണ് രേവതി അല്ലേ. സ്വന്തം അപ്പൻ്റെ അടുത്തെന്നും സ്വന്തം കുടുംബത്തിൻ്റെ അവസ്ഥയും ഇനി അതിന് പുറമെ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്ത്
ജീവിതത്തിൽ ഇന്നിങ്ങനെ ഈ ലെവലിൽ വന്നിരിക്കുന്ന രേവതി. സത്യം പറഞ്ഞാൽ ഇവരുടെ റീൽസ് വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് തോന്നത്തില്ല ഇവർ ഇത്രയും ഇതൊക്കെ ഫേസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ കുറച്ച് വീഡിയോസ് കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക, എന്നിട്ട് പറ. നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. പിന്നെ അപ്പോ അമിതാഭ് ബച്ചനെ വെട്ടിനോ A few moments later. നീ പറഞ്ഞ പോലെ വെട്ടി സത്യം പറഞ്ഞാൽ ഇവരുടെ വീഡിയോ കാണുന്ന സമയത്ത് ഇവർ ഇത്രയും ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുള്ള കുട്ടിയാണെന്ന് പറയത്തില്ല അല്ലേ രേവതിയെ. വളരെ കോമഡി ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് ചില്ലായിട്ട് വീഡിയോ ചെയ്യുന്നു. ഇതാണ് പറയുന്നത് റിയൽ ലൈഫും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. ഇവരുടെ റിയൽ ലൈഫ് കണ്ടു കഴിഞ്ഞാൽ തോന്നുമോ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന രണ്ട് കപ്പിൾസ് എന്നൊക്കെ തോന്നും. പക്ഷെ അവരുടെ റിയൽ ലൈഫിൽ അവർ ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെറുതൊന്നുമല്ല. ഒരിക്കലും നമുക്ക് നിസ്സാരമായിട്ട് ചിരിച്ച് കളിച്ച് തള്ളിവിടാൻ പറ്റുന്ന പ്രോബ്ലംസ് അല്ല അവർ ജീവിതത്തിൽ ഫേസ് ചെയ്തിട്ടുള്ളത്. കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ സഹതാപമല്ല തോന്നിയത്, എനിക്കൊരു ഒരു ഒരു ഇതാണ് തോന്നിയത്. അവർ സെറ്റ് ഇത്രയും പ്രോബ്ലംസ് ഫേസ് ചെയ്ത് ജീവിതത്തിൽ ഇന്നിങ്ങനെ വന്ന് നിൽക്കുന്ന രണ്ട് കപ്പിൾസ്, അത് ചെറിയ കാര്യമൊന്നുമല്ലേ. ഹെൽത്ത് ഇഷ്യൂസ്, ഫാമിലി ഇഷ്യൂസ് എല്ലാം ഫേസ് ചെയ്തിട്ട് ഇന്ന് അവർ രണ്ടുപേരും ഹാപ്പിയായിട്ട് ചിരിച്ചിരുന്ന് വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അത് അവർ ചെറിയൊരു ഫൈറ്റൊന്നും അല്ല ലൈഫിൽ ചെയ്തിട്ടുള്ളത്. സീരിയസ്ലി അത് എന്തോ എനിക്ക് ഭയങ്കരമായിട്ടൊരു റൊമാൻറ്റിഫിക്കേഷൻ ഗൂപ്സ് ബബ് ഫീലാണ് തോന്നിയത്. സത്യം പറയല്ല രേവതി കലക്കി. അച്ഛനെന്ന് നമുക്ക് പേര് കൊണ്ട് മാത്രമേ ഉള്ളൂ. ആ ഒരാളുടെ സാന്നിധ്യം ഇന്നേ വരെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അച്ഛനും അമ്മയും ഉള്ള കുട്ടികളെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമാണ്. ഞാൻ പ്രസവിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ അച്ഛനും അമ്മയും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളായി. ആള് ഭയങ്കരമായിട്ട് വെള്ളമടിക്കായിരുന്നു അച്ഛൻ. എന്റെ വീടെന്ന് പറഞ്ഞാല് ചാണകം മെഴുകിയ ഒരു വീടാ. അപ്പം ആള് അത്യാവശ്യം ആളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ആൾ അത്യാവശ്യം നല്ലോണം ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾക്ക് എല്ലാം ഉണ്ടായിരുന്നായിരുന്നു, പൈസക്ക് പൈസ എല്ലാം ഉണ്ടായിരുന്ന വീടും കാര്യങ്ങളൊക്കെ. അച്ഛനെല്ലാം നശിപ്പിച്ചു, വെള്ളം അടിച്ചിട്ടാണ് കുടിച്ച് കാശ് കളയാൻ വേണ്ടിട്ടൊക്കെ കളഞ്ഞു. എന്നിട്ട് അമ്മേനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വേറൊരു കുട്ടി ഉണ്ടായിരുന്നു. ആളെ അമ്മ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അമ്മ ഇങ്ങനെ കട്ടൻ ഇങ്ങനെ വിരിച്ചോണ്ടിരിക്കുക. ചാണകം മെഴുകിയ വീട്, അപ്പൊ ഒറ്റൊരു ഹാള് മാത്രമേ ഉള്ളൂ, ഇതിലെല്ലാം നടന്നു പോകുന്നത്. അപ്പൊ ഇങ്ങനെ കട്ടൻ ഇങ്ങനെ വിരിച്ചോണ്ടിരുന്നപ്പോഴത്തേനും സ്റ്റൂളിലാണ് അമ്മ കയറി നിൽക്കുന്നത്. അച്ഛൻ വെള്ളം അടിച്ചിട്ട് വന്നിട്ട് കോടാലെടുത്തിട്ട് ആ സ്റ്റൂള് വെട്ടിക്കളഞ്ഞു കാല്. അമ്മ മേലേന്ന് വന്ന് താഴേക്ക് വീണിട്ട് അമ്മേന്റെ വയറ്റിണ്ടായിരുന്ന കുട്ടി മരിച്ചുപോയി. അവനപ്പം തന്നെ എടുത്തിട്ട് ഇടിച്ച് പഞ്ചറാക്കേണ്ടത്. ഇങ്ങനത്തെ അപ്പനൊന്നും വേണ്ട. എന്തിനാണ് ഇതൊന്നും അപ്പനല്ല. ഒരു കുട്ടി ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ജന്മം നൽകിയെന്ന് വെച്ചിട്ട് ഒരിക്കലും ഒരുത്തനൊരു അപ്പനാവത്തില്ല. എന്തുവാ ഇത്? എനിക്ക് സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ തന്നെ എന്തോ പോലെ തോന്നി. ഇങ്ങനത്തേക്ക് അപ്പന്മാരോ? ഇവനെയൊന്നും അപ്പനെന്ന് പറയാൻ പറ്റത്തില്ല, ഏതോ ഒരുത്തൻ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ആ കുട്ടിക്ക് അപ്പനായിരിക്കാം, ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ഒരു അപ്പനാവത്തില്ല. ചെയ്യുന്ന പ്രവൃത്തിയിലൂടെയാണ് അപ്പനാവുന്നത് സത്യം പറഞ്ഞാൽ, അല്ലേ? അല്ലാതെ മറ്റേ അടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞും കൊണ്ട് ഒരിക്കലും ഒരുത്തൻ ഒരു അപ്പനാവത്തില്ല. പ്രസവിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ ഒരിക്കലും ഒരു അമ്മയാവത്തില്ല. മക്കളെ സ്നേഹിച്ച് വളർത്തിയാൽ മാത്രമേ അത് അമ്മയും അപ്പനാകത്തുള്ളൂ. ഇവിടെ അമ്മ ഓക്കെ, അപ്പനെന്ന് പറഞ്ഞ് ഇരിക്കുന്ന വെറും ഡമ്മി എന്നേ ഞാൻ പറയത്തുള്ളൂ. ആ ഒരവസ്ഥ ഒരുപാട് സിറ്റുവേഷൻ ആ കുട്ടി ഫേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയായിരിക്കും ലൈഫിൽ ഇന്ന് ഇത്രയും ബോൾഡായിട്ട് ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ വീഡിയോസ് കാണുമ്പോൾ ചിരിക്കാനാണ് വകുപ്പെങ്കിലും ജീവിതത്തിൽ ഈസ് എ സ്ട്രോങ് ലേഡി എന്ന് എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഇല്ല, ഞാൻ 4ാം ക്ലാസ് എത്തിയപ്പോ തന്നെ ആള് മരിച്ചു പോയിണ്ടായിരുന്നു. അച്ഛൻ മരിച്ചോ? അച്ഛൻ മരിച്ചു. എന്തോ ഭാഗ്യം, ഇല്ലായിരുന്നു അമ്മ ഇപ്പോഴും നരയിച്ചേനെ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ ഇപ്പൊ മദ്യപാനം നിർത്തണോന്നുള്ള. കാരണം അത് കാരണം തകർന്നു പോയത് ഞങ്ങളുടെ കുടുംബം. ഇപ്പോഴും തകർന്നോണ്ടിരിക്കുക.
അപ്പം അത് ആ ഒരു കാര്യം നടക്കായിരുന്നെങ്കിൽ, ആ ഒരു കാര്യം ഇല്ലായിരുന്നെങ്കിൽ എന്റെ അച്ഛനിപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്നേനെ, നല്ലൊരു അച്ഛനായിട്ട് എനിക്ക് ഉണ്ടായിരുന്നേനെ. ഇനി 4ാം ക്ലാസ്സിൽ ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ മരിച്ചു, അടക്കവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ആള് റോഡിൽ കിടന്ന, ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ആൾക്ക് മഞ്ഞപ്പിത്തം കൂടി റോഡിൽ കിടന്ന് തന്നെ മരിച്ചു. അപ്പൊ അമ്മേനെ ഇങ്ങനെ അവിടുത്തെ ആൾക്കാരെ വിളിച്ച് അറിയിച്ചു. അങ്ങനെ ബോഡി കൊണ്ടുപോകായിരുന്നു. അപ്പൊ അമ്മ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ മരിച്ചുപോയി, അച്ഛന് മഞ്ഞപ്പിത്തം വന്നിട്ട് ഇങ്ങനെ റോഡിൽ കിടന്നാ മരിച്ചേ. പിന്നെ അവൻ അത്രേ ഉള്ളൂ, അതിനിപ്പോ എന്താ പ്രശ്നം, അമ്മയ്ക്ക് ഇപ്പൊ സമാധാനം സന്തോഷം, ഇനി ജീവിച്ചുകൂടാന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ചോദിച്ചു, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കാന്ന്, 4ാം ക്ലാസ്സിന്റെ ഓണത്തിന്റെ അവധിക്ക് പോവാണ്. അപ്പൊ അമ്മ പറഞ്ഞു എനിക്ക് വിഷമില്ല. ഞാൻ ചോദിച്ചു എന്തിനാ വിഷമിക്കുക, നമുക്ക് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലല്ലേ വിഷമിക്കാം. നോക്കിയിട്ടില്ല, ഒന്നും വാങ്ങിയിട്ടില്ല, അച്ഛന്റെ ഒരു കെയറോ കാര്യങ്ങളോ ഒന്നുമില്ല, പിന്നെ എന്തിനാ അമ്മയ്ക്കും അങ്ങനെ. അപ്പൊ ഞങ്ങളിങ്ങനെ സംസാരിക്കും. ഇപ്പൊ ഞാനിങ്ങനെ അച്ഛന്റെ ഒരു കേസും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അമ്മ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിരിക്കാറുണ്ട്. പിന്നെ അച്ഛനെ ജയിലിലൊക്കെ ആക്കുമ്പോഴത്തേനും ഞങ്ങൾ പണ്ട് അഭിനയിച്ച് കാണിക്കുമായിരുന്നു, ഞാനും അമ്മയും കൂടെ. അച്ഛനിങ്ങനെ പോലീസിലൊക്കെ പിടിച്ചോണ്ട് പോകുമ്പോ അമ്മ തന്നെയാണ് പോയി ഇറക്കാറ്. അമ്മ കരഞ്ഞ് വിളിച്ച് സാറേ വിടണം എന്നൊക്കെ പറഞ്ഞ് കാലിലൊക്കെ പിടിച്ച് കെഞ്ചിയിട്ടൊക്കെ വിട്ടിട്ടുണ്ട്. അമ്മ എപ്പോഴും പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ പോയിട്ട് ആളെ എങ്ങനെയെങ്കിലൊക്കെ ഇറക്കിയിട്ട് വരും. ഞാൻ സ്കൂളിൽ പഠിച്ചോണ്ടിരുന്ന ടൈമില് എന്നെ അച്ഛൻ വിളിച്ചോണ്ട് പോയി. എന്നെ വിളിച്ചോണ്ട് പോകുന്നത് ആൾക്ക് കുടിക്കാൻ പൈസ ഇല്ല, ഷാപ്പിൽ കൊണ്ടിരുത്തിയിട്ട് അടുത്ത ഓണറിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഇതെന്റെ കുട്ടിയാണ്, ഇവരെ നിങ്ങളെ എടുത്തോണ്ട് എനിക്ക് കുടിക്കാൻ മദ്യം തരണമെന്ന് പറഞ്ഞു. അപ്പൊ എന്നെ സ്കൂൾ വിട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിള്ളേര് കണ്ടിട്ട് പറഞ്ഞു രവതിന്റെ അച്ഛൻ വിളിച്ചോണ്ട് പോയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞു അമ്മയുടെ അടുത്ത്. അപ്പൊ അമ്മ ഇങ്ങനെ തപ്പി പിടിച്ച് ഞങ്ങളുടെ ഉള്ള ഒരു ബാറിൽ അമ്മ വന്നു. എല്ലാവരും എനിക്കറിയില്ല എന്റെ അവസ്ഥ എന്തായേനെന്ന്. സ്വന്തം അച്ഛൻ തന്നെ എല്ലാരും. പിന്നെ എനിക്ക് സംശയമായിരുന്നു, ഇതെന്റെ അച്ഛൻ തന്നെ ആണോ ഇങ്ങനെ കാണിക്കുന്നത്, എന്തിനിങ്ങനെ കാണിക്കുന്നത്. പറഞ്ഞാൽ ഭയങ്കര ഒരു ഭ്രാന്ത് പോലെ ഈ മദ്യം എന്ന് പറയുന്നത്. ഞാനൊരപ്പനൊന്നുമില്ല. ഇതിന്റെ പേരിൽ രേവതി എന്റെ വീഡിയോ എന്തെങ്കിലും കാണുകയാണെങ്കിൽ സങ്കടം തോന്നിക്കഴിഞ്ഞാൽ സങ്കടം തോന്നണ്ട. കാരണം ഇതൊരു അപ്പനൊന്നുമല്ല. സ്വന്തം മോളെ കൊണ്ട് വിറ്റ് ഈ പറയുന്നത് പോലെ മദ്യം കുടിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്തിനാണ് അപ്പൻ? അവൻ എവിടത്തെ അപ്പൻ? അവൻ അപ്പനേ അല്ല. 4ാം ക്ലാസ്സിൽ രേവതി പഠിക്കുന്ന സമയത്ത് അവൻ തീർന്നത് അത്രയും നല്ലത്. സത്യം, ഞാനുള്ള കാര്യം പറയും. ഇവനെ പോലെയുള്ളവനൊക്കെ എന്തിനു ജീവിച്ചിരുന്നിട്ട് ഭൂമിക്ക് ഭാരമായിട്ട്. ഇന്ന് രേവതി ഈ ലെവലിലെങ്കിലും എത്തിയത് അവൻ ചത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ കൊച്ചിന്റെ അവസ്ഥ ഇപ്പൊ വേറെ എന്തെങ്കിലും ആയിരിക്കും. ഇവന് മുമ്പേ കൊണ്ടുപോയി വിറ്റാണ്. വല്ലാത്ത അവസ്ഥയാണ്. വല്ലാത്ത അവസ്ഥയിലൂടെയാണ് ആ കുട്ടി കടന്നു വന്നിട്ടുള്ളത്. പക്ഷെ എൻ്റെ മോനെ ആലോചിച്ചിട്ട് എന്തോ പോലെ തോന്നുന്നു ആ പെണ്ണിന്റെ അവസ്ഥ. അതുപോലെ രേവതിയുടെ അമ്മ, അവര് രക്ഷപ്പെട്ട്. ഇതുപോലത്തെ കഴിപ്പണം കെട്ടവനൊക്കെ ഞാനൊന്നും പറയുന്നില്ല. മദ്യം എന്ന് പറയുന്ന സാധനം ഇവിടെ ഏറ്റവും വലിയ വില്ലനായിട്ട് പല കുടുംബങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മദ്യം നിരോധിക്കുക എന്ന് പറയുന്നത് നടക്കത്തില്ല. ഇനി ഇവിടെ ഓരോ ഉത്സവങ്ങളും ഓണം, ക്രിസ്മസ്, അത് ഇത് എന്താഘോഷം വന്നു കഴിഞ്ഞാലും മദ്യം എന്ന് പറയുന്ന സാധനം കൊണ്ട് ഇപ്പം അർമാദിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ വിറ്റ് ചെലവാക്കപ്പെടുന്നത് കോടികളാണ്. ഗവൺമെന്റിന്റെ വരുമാനം അതിനേക്കാളും കോടികളാണ്. ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും പറയാനില്ല. നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലടേ. അവർക്ക് ഏറ്റവും വരുമാനം കിട്ടുന്ന സാധനം ഏതാ? മദ്യം. എത്ര വില കൂട്ടിയാലും ഒരു കുപ്പിക്ക് ഇനിയിപ്പോ ഒരു ജവാന് 5000 രൂപ എന്ന് പറഞ്ഞാൽ ഇവിടെ വാങ്ങാൻ ആളുണ്ട്, വാങ്ങിയിരിക്കും. കാരണം ഇല്ലാതെ പറ്റത്തില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇനി സ്വന്തം അപ്പൻ, സ്വന്തം അമ്മയെ കേട്ടു വെക്കാൻ രേവതി പറയുന്നത്. ഡെയിലി വീട്ടില് ഓരോരുത്തരെ കൊണ്ടുവരും. ആമ്പിള്ളേരൊക്കെ കൊണ്ടുവന്നിട്ട് അമ്മേനെ കാണിച്ചിട്ട് പറയും എന്താണ് ചെയ്തോന്ന് പറയും. അന്ന് നാട്ടുകാരുള്ളത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു. കസിൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. അവര് മുതലെടുക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കുടിച്ചിട്ട് മൊത്തം ഒരു ഭ്രാന്ത് പോലെ. എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. ഞാനും അച്ഛനും അമ്മയും കൂടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു വിഷ്വൽ പോലും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഇരുന്നാലല്ലേ അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ഇരുന്നിട്ടുള്ള മൊമെന്റ് ഇല്ലല്ലോ. സ്വന്തം മോളെ കൊണ്ട് ഷാപ്പിൽ കൊടുത്തിട്ട് കുടിക്കാൻ പോകുന്ന അവൻ അപ്പനാ. അടുത്ത് കൂട്ടുകാരന്മാരെ കൊണ്ടുവന്നിട്ട് നീ എന്തുവേണോ ചെയ്തോ. സ്വന്തം ഭാര്യയെ വെച്ചു കൊടുക്കുന്ന ഇവനൊരു ഭർത്താവാ. ഇവനെ എവിടെ? അവൻ ചത്തത് നന്നായി. അതേ ഞാൻ പറയത്തുള്ളൂ. സീരിയസ്ലി ഒരുപാട് ബന്ധങ്ങൾ തകർക്കുന്നത് മദ്യം എന്ന് പറയുന്നൊരു ഫാക്ടറുണ്ട്. എങ്കിലും ഇവനൊക്കെ ഈ മദ്യം കുടിക്കാൻ പൈസ ഇല്ലാണ്ട് സ്വന്തം മോളെ കൊണ്ട് ഷാപ്പിൽ കൊടുക്കുന്ന സമയത്ത് അവന് ബോധം ഉണ്ടല്ലോ. അവൻ ബോധം ഇല്ലാതല്ല അവൻ ചെയ്തിട്ടുള്ളത്. ആ സ്ഥിതിക്ക് അവനൊരു അപ്പനല്ല. അവൻ എന്തിനു വേണ്ടി കെട്ടി, അവന്റെ കഴപ്പ് തീർക്കാൻ വേണ്ടി കെട്ടി. അത്രയും ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. എന്തായാലും ആ കുട്ടി ഇന്ന് ഇത്രയെങ്കിലും ഇതിലായത് ഈ കുട്ടി 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവൻ തട്ടിപ്പോയതുകൊണ്ടാണ്. എന്തായാലും നല്ല കാര്യം. അത്രേ ഉള്ളൂ. ചിലവന്മാർ ചാവുമ്പം ഭൂമിക്ക് ഭാരം കുറയും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇവനൊക്കെ ഭൂമിക്ക് ഭാരമായിട്ട് എന്തിനു ജീവിച്ചിരിക്കുന്ന എന്ന് ആലോചിച്ചു പോകും. എന്തായാലും 4ാം ക്ലാസ്സിൽ ഈ കുട്ടി പഠിക്കുന്ന സമയത്ത് അവൻ തട്ടിപ്പോവുകയും അതിനുശേഷം കുട്ടിയെ വളർത്തി ആ അമ്മ കൊണ്ടുവരികയും ചെയ്തില്ല. അതിന് വലിയ നല്ലൊരു കാര്യം കേട്ടോ. എന്തായാലും ഒരുപാട് കുടുംബങ്ങൾ തകർക്കുന്ന മദ്യം എന്ന് പറയുന്ന സാധനം നിരോധിക്കാൻ ഒരിക്കലും ഇവിടെ പറ്റത്തില്ല. നിരോധിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ തന്നെ ഇവിടെ അടിയുടെ 2 എണ്ണം വല്ലവരും അടിച്ചോണ്ട് കിടയില്ല. അല്ലാണ്ട് ചുമ്മാ അടിച്ച് തെറ്റി കോലാണ്ടിയായി 4 കാലിലായി ഭാര്യമാരെ എടുത്തിട്ട് തള്ളി തല്ലി ചതച്ച്
പരിപാടികളാണ്. ഇതെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ഈ ഒരു വ്ളോഗേഴ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ്.